ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കെന്താ ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത് വിഷുവിൻ്റെ അന്ന ദിവസത്തെ വീഡിയോ തന്നെയാണ്. ഉച്ചയ്ക്കും രാത്രിക്കുള്ള അങ്ങനെ ഒരു വീഡിയോ ആണ്, ഭക്ഷണം ഉണ്ടാക്കണതിൻ്റെ. അപ്പോൾ കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണി വെച്ച സംഭവങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി എടുക്കുമല്ലോ. പുളിയവര, വെള്ളരിക്ക, അങ്ങനെ എല്ലാം എടുക്കുമല്ലോ. മുരിങ്ങക്കായൊന്നും കണി വെച്ചിട്ടില്ല, മുരിങ്ങക്കായ ഉള്ളതാണ്. അപ്പോൾ എന്താ കഴിക്കാനെന്നല്ലേ എല്ലാവരും പുതിയ ന്യൂ ജനറേഷൻ ആൾക്കാരൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും ബിരിയാണി, ചിക്കനൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ. നിറച്ചും ആൾക്കാർ ചിക്കനായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ എൻ്റെ ഇവിടെ പാലക്കാടും ഇപ്പം മോഡിഫിക്കേഷനൊക്കെ വന്ന് എല്ലാവരും ചിക്കനും ബിരിയാണിയിലേക്ക് പോയിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്നും ഈ വിഷുവിന് വരെ എൻ്റെ വീട്ടിൽ കഞ്ഞിയായിരുന്നു. ഞങ്ങൾ വിഷുവിന് വിഷു കഞ്ഞി തന്നെയാണ് വയ്ക്കുക. അതായത് ഒന്നാം ദിവസം കഞ്ഞി വിഷുവും രണ്ടാം ദിവസം ചോറ്റു വിഷു എന്നാണ് പറയുക. വിഷുവിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ചിക്കനും ചോറൊക്കെ വയ്ക്കുക. ഫസ്റ്റ് ദിവസം കഞ്ഞി, പുളിയവരയൊക്കെ ഇട്ടിട്ട് പുളിയവര കഞ്ഞിയും, പിന്നെ നമ്മൾ ഈ വെള്ളരിക്ക അമ്മ മുറിക്കുമ്പോൾ ഇപ്പോഴല്ല കേട്ടോ, പണ്ട് ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോഴൊന്നും അതൊന്നും അങ്ങനെ നമുക്ക് കഴിക്കാൻ തോന്നണില്ലല്ലോ. അമ്മ മുറിക്കുമ്പോൾ അതിൻ്റെ ആ കുരുവുള്ള ഭാഗമില്ലേ, അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിക്കാനായിട്ട് അമ്മ മുറിക്കുമ്പോൾ വാങ്ങി കഴിക്കണതൊക്കെ ഒരു നൊസ്റ്റാണ്, ഒരു ഓർമ്മ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഞാൻ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. വെള്ളരിക്കയും ഒരു ഉരുളക്കിഴങ്ങും ആ മുരിങ്ങക്കായയും കൂടെ ഇട്ടിട്ട് പരിപ്പിട്ടിട്ട് നല്ല ഒഴിച്ചു കറിയല്ല, തേങ്ങ അരച്ചിട്ട് നല്ല കുറുകിയ കറിയാണ് വയ്ക്കുക. കഞ്ഞിയല്ലേ, ആ കഞ്ഞിക്ക് പാകത്തിനുള്ളത്. പിന്നെ കണി വയ്ക്കാൻ പടവലങ്ങി ഉണ്ടാവും, ആ പടവലങ്ങി എടുത്തിട്ട് ഉപ്പേരി വയ്ക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അമ്മ ചെയ്തു വന്ന അതേ ഇതുപോലെ തന്നെയാണ്. ഇവിടെ ഏട്ടൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ കഞ്ഞി ഉണ്ടായിരുന്നില്ല. അമ്മ പറയും ആദ്യം കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇവർ കുടിക്കാതായപ്പോൾ പിന്നെ നിർത്തി എന്നൊക്കെ പറഞ്ഞു. ഞാൻ വന്നതിന് ശേഷം ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ കഞ്ഞിയായിരിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെയും അമ്മ ഇപ്പോൾ കഞ്ഞി വയ്ക്കാൻ തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ എല്ലാ പ്രാവശ്യവും വിഷുവിൻ്റെ അന്ന് രാവിലെ കഞ്ഞി വയ്ക്കും. അതായത് പുളിയവരിയും തേങ്ങ ചെരുവിട്ട് നമ്മൾ കർക്കിടകത്തിന് ചെറുപയറിട്ടിട്ട് കർക്കിടക കഞ്ഞി വയ്ക്കില്ലേ, അതുപോലെ തന്നെ ഇത് പുളിയവരി ഇട്ടിട്ട് കഞ്ഞി വയ്ക്കും. ഏട്ടനൊന്നും ഇഷ്ടേ ആയിരുന്നില്ല കേട്ടോ ഈ കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്രാവശ്യം ഇനിയിപ്പോൾ ഞാൻ വെച്ചത് കൊണ്ടാണെന്നല്ല, ഇപ്രാവശ്യം ആശാനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സാമ്പാറല്ല എങ്കിലും സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ്, സാമ്പാറും ഈ പുളിയവര കഞ്ഞിയും ഏട്ടന് ഇഷ്ടപ്പെട്ട് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കേട്ടോ. വീട്ടിൽ അമ്മ ഉപ്പിടാതെയാണ് കഞ്ഞി വയ്ക്കുക, അതുകൊണ്ട് തന്നെ ആ കഞ്ഞി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉപ്പിടാൻ സമ്മതിക്കാണ്ടോ, ഉപ്പിടാൻ അമ്മ അയക്കില്ല. അപ്പം നമുക്ക് കഴിക്കുക, ഉപ്പില്ലാതെ എങ്ങനെയാണ് കഞ്ഞി കുടിക്കുക? പക്ഷെ കറികളെല്ലാം ഉണ്ട്, അതിലെല്ലാം ഉപ്പുണ്ട്, പപ്പടത്തിലെല്ലാം ഉണ്ട്. പക്ഷെ കഞ്ഞിയിൽ ഉപ്പിടാൻ സമ്മതിക്കില്ല. ഞാനൊക്കെ ഉപ്പിട്ട് തന്നെ കഞ്ഞി വെച്ചിട്ടാ. അങ്ങനെ അതിനൊരു ടേസ്റ്റ് മാറ്റം ഉണ്ടാവുമല്ലോ. പക്ഷെ ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞിയിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പരിപ്പ് ഞാൻ കുക്കറിൽ വേവാൻ വെച്ചിട്ട് മൺചട്ടിയിൽ തന്നെ, നാടൻ രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മൺചട്ടിയിൽ തന്നെ കുക്കറിൽ വെക്കാതെ പടവലങ്ങി ഉപ്പേരിക്ക് വേറെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളരിക്കയും ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും തക്കാളിയും, അങ്ങനെ അതൊക്കെ സെറ്റായി. അപ്പോഴേക്കും പടവലങ്ങി ഉപ്പേരി അപ്പുറത്തായി. കഞ്ഞിക്കുള്ളതും ഉപ്പേരിക്കുള്ളതും ഒഴിച്ചുകറിക്കുള്ളതും, ഒഴിച്ചുകറിയെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ളതെല്ലാം തേങ്ങയും ചിരവി. ഏട്ടനില്ല, ഏട്ടൻ കണി കണ്ട് കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞതും പോയി, വർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് വിഷുവിന് അവരുടെ സദ്യ, സാധാരണ വിഷു സദ്യ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴൊക്കെയാണ് കേട്ടോ. വിഷു സദ്യ എന്നൊക്കെ പണ്ട് മുതലേ ഉണ്ടോയെന്ന് അപ്പം നമുക്കങ്ങനെ അറിയില്ല. ഇപ്പോൾ അതായത് യൂട്യൂബൊന്നും ഇല്ലാത്ത സമയത്തെ അപ്പോൾ ഒന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ പിന്നെ ഇങ്ങനെ എല്ലാം യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ വിഷുവിൻ്റെ അന്ന് ഫുൾ വെജ് തന്നെയാണ്, നോൺ എടുക്കുകയില്ല. പരിപ്പ് വേവാൻ വെച്ചതിൽ ഇത്തിരി പരിപ്പെടുത്തിട്ട് ഞാൻ പടവലങ്ങി ഉപ്പേരിയിലും കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പേരിയാണ്, തേങ്ങ ചിരവിയിട്ട് വയ്ക്കുന്ന ഉപ്പേരിയും. ഇതൊരു ഒഴിച്ചുകറി കുറുകിപ്പോവും വീട്ടിലങ്ങനെയാണ്. പിന്നെ പപ്പടം വറുത്തതും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ പല്ലുവേദനയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് നേരം വേദന കുറവുണ്ടാവും, അത് കഴിഞ്ഞ് പിന്നെയും വേദന തുടങ്ങും. അപ്പം എന്ത് ചെയ്യാനാ, പെട്ടെന്ന് തന്നെ നമുക്ക് എന്തായാലും വിഷുവിന് കഞ്ഞി ഉണ്ടാക്കണം. ഏട്ടൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. കുട്ടികളുണ്ട്, അവർക്കും നമുക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ വയ്യാപറിന് കിടന്നാൽ ഒന്നും നടക്കില്ലല്ലോ. പിന്നെ ഏട്ടൻ വരുമ്പോൾ കുറച്ച് സാമ്പാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സാമ്പാർ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസത്തിന് എടുത്തത്. കാരണം ഇതിന് ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഉപ്പേരിയല്ലേ ആവശ്യമുള്ളൂ, കഞ്ഞിയല്ലേ. അങ്ങനെ പടവലങ്ങ ഉപ്പേരി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പുളിയവര അമ്മിക്കല്ലിൽ ഇങ്ങനെ രണ്ടാക്കി എടുക്കും. ഒന്ന് അരച്ചിട്ടേ രണ്ടാക്കി എടുത്തിട്ടാണ് അതിനെയാണ് കഞ്ഞി വയ്ക്കുക. അല്ലാതെ അങ്ങനെ മുഴുവനായിട്ട് ഇടില്ല കേട്ടോ. അപ്പം എനിക്ക് അമ്മിക്കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുത്തി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഒരുപാട് പൊടിയണ്ട, ഒന്ന് രണ്ടാക്കി മിക്സിയിലിട്ട് കറക്കിയാൽ ചിലപ്പോൾ പൊടിഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് ഞാനിങ്ങനെ ഇതും കൊണ്ട് കുത്തി തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ കറി ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ അരച്ച് ഒഴിക്കാനുണ്ട്. അടുപ്പിലായതുകൊണ്ട് പതുക്കെയല്ലേ ആവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കഞ്ഞിക്ക് അരിയിട്ട് കുറച്ച് പച്ചരിയും കുറച്ച് പുഴുങ്ങലരിയും കൂടെ ഇട്ടിട്ടാണ്. ഞാൻ അമ്മനെ വിളിച്ച് ചോദിച്ചു അമ്മ എങ്ങനെ വെക്കണമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് പച്ചരിയും കുറച്ച് പുഴുങ്ങലരിയും കൂടെ ഇട്ടിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നാലേ നല്ല കുഴഞ്ഞ് വരുള്ളൂ. പുഴുങ്ങലരി മാത്രം ഇട്ടാലും കുഴഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ കുഴഞ്ഞ്, അതായത് നമ്മൾ ക്വാണ്ടിറ്റി കഞ്ഞിയായിട്ടാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ളായി വന്നത്. പിന്നെ ഉച്ചയ്ക്കും രാത്രിക്കും ഉണ്ടാക്കിയതാണല്ലോ. പുളിയവര കുക്കറിൽ ഞാൻ വേവിച്ചെടുത്തു. സാധാരണ കഞ്ഞിയുടെ കൂട്ടത്തിൽ ഇട്ടിട്ടാണ് വേവിക്കുക. നമ്മൾ അതിനെ ഇപ്പോൾ പുതിയ തലമുറകൾ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. പക്ഷേ ഈ കഞ്ഞി ട്രഡീഷണലായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മൾ നാടൻ രീതിയിൽ പണ്ട് മുതലേ ഉള്ള അതേ രീതിയിൽ തന്നെയാണ് കഞ്ഞി വേവിച്ച് പുളിയവര വേവിച്ച് തേങ്ങ ചെരുവ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊരു കഞ്ഞി അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സമയം ആവണേ ഉള്ളൂ, കഴിക്കാനുള്ള സമയം ആവണേ ഉള്ളൂ. അപ്പോൾ ഏട്ടനും കൂടെ വന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്നുകൊണ്ട് കഞ്ഞി ആയതിനു ശേഷം ഞാൻ മൂടി വെച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തന്നെ അവിടെ ക്ലിയർ ചെയ്യുമല്ലോ. ഈ കുഞ്ഞു വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടണേ. വീഡിയോ മുഴുവനായിട്ട് കാണണേ, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ പല്ലുവേദന ആയതുകൊണ്ട് ഞാൻ പോയി കിടക്കട്ടെ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പപ്പടം ഒന്ന് വറുക്കുക വേണ്ട, അത് അവർ കഴിക്കാൻ വരുമ്പോൾ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് പോയി കിടക്കണതേ ഉണ്ടോ. പല്ലുവേദന, ഈ മുഖം മൊത്തം വീങ്ങിയൊരവസ്ഥയിലാണ്. പിന്നെ അടുക്കളയിൽ നിന്ന് വേർത്ത് കുളിച്ചതാണ്. അപ്പോൾ ഓക്കെ, ബൈ.